മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ച മഹാനായ വ്യക്തിയാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഇടപെടലും സാന്നിധ്യവും രണ്ട് തരത്തിലുള്ള വിജയത്തിന് കാരണമാണ്. ഒന്ന്, ഇവിടെ മതപരമായി ആശയവ്യത്യാസമുണ്ടായിരുന്ന ഷിയ വിഭാഗത്തിൽ നിന്ന് സുന്നിസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മഹാനാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹം ആത്മീയ സരണിയിൽ ഔസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അനുധാവനം ചെയ്യുന്നത്. കർമ്മശാസ്ത്രപരമായി ഫിഖ്ഹി വിഷയത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിന്റെ മോചകനാണ്. നമുക്കറിയാം, ബൈത്തുൽ മുഖദ്ദസിനകത്ത് 90,000-ഓളം വരുന്ന 1,00,000-ഓളം വരുന്ന മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തിയ കുരിശുസേന, ആ കുരിശുസേനയെ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി, നമ്മുടെ ഒന്നാം ഖിബില, മൂന്നാമത്തെ പള്ളിയെ തിരിച്ചുപിടിച്ച് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ഈ കുരിശുസേനയുടെ ആളുകൾ വന്ന് മാപ്പ് ചോദിക്കുമ്പോൾ പരിശുദ്ധമായ മക്ക വിജയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം പൊതുമാപ്പ് പ്രഖ്യാപിച്ചവരെ വെറുതെ വിട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയെ ഓർക്കുമ്പോൾ നമുക്ക് വികാരമാണ്. കാരണം ഖുദ്സിന്റെ വിമോചകനാണ്. ഇനിയും സലാഹുദ്ദീൻ അയ്യൂബിമാരുണ്ടായി പരിശുദ്ധമായ ഖുദ്സ് മോചിപ്പിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതിനുവേണ്ടി പരിശ്രമിക്കാം.